ഇന്നൊരു വെറൈറ്റിക്ക് വീട്ടിൽ വന്ന ഈ ഒരു അതിഥിയുടെ കഥ കേട്ടാൽ കുറെ നേരമായിട്ട് ഇവന്മാരുടെ വിളി മാത്രമേ കേൾക്കാനുള്ളായിരുന്നു. അപ്പോൾ പുറത്തോട്ട് എന്താണെന്നറിയാൻ വേണ്ടി നോക്കിയപ്പോൾ എന്തോ കണ്ട പെരിച്ചാടിയെ പോലെ നോക്കിക്കൊണ്ട് നിപ്പുണ്ടേ. നോക്കിയപ്പോൾ ഒരു പാമ്പ് നമ്മളുടെ നെറ്റിൽ കുടുങ്ങി കിടന്നു. പെട്ടെന്ന് തന്നെ അനിയനെ വിളിച്ച് അവൻ നോക്കിയപ്പോൾ പാമ്പൊന്നുമല്ല, ഇതൊരു ചാരയാണ്. എന്തോ കഴിച്ചിട്ട് നേരിലോട്ട് കയറിയപ്പോൾ അതിന്റെ അകത്ത് കുടുങ്ങിപ്പോയതാണ്. അതിന് പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല, തിരിച്ചു വരാനും പാടില്ല, അതിരിക്കുവാണ്. എങ്ങനെയെങ്കിലും അത് രക്ഷപ്പെട്ട് പൊക്കോട്ടെ എന്ന് കരുതി ആ വലയൊക്കെ എടുത്തൊന്ന് മാറ്റി കൊടുത്തു. പക്ഷെ ഒരു രക്ഷയില്ല, അത് വീണ്ടും അതിന്റെ ഉള്ളിലോട്ട് തന്നെ കയറി പോകാന്നല്ലാതെ പുറത്തോട്ട് ഇറങ്ങി പോകുന്നതിന് യാതൊരു ലക്ഷണവും ഇല്ല. അത് ഇറങ്ങി പോകാതിരിക്കത്തക്ക വേണം ആ നെറ്റ് അത്രയ്ക്കും അതിന്റെ ദേഹത്ത് കുടുങ്ങി പോയിട്ടോ. പിന്നെ ഞാനൊരു കമ്പി അവൻ എടുത്തോണ്ട് കൊടുത്തു, എങ്ങനെയെങ്കിലും അതിന്റെ അകത്ത് നിന്ന് എടുക്കാൻ പറ്റുമോ നോക്കാം. പക്ഷെ ഒരു രക്ഷയില്ല, അതിന് ഒട്ടും തിരിച്ചു വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവന്റെ ജിംനാസ്റ്റിക് ബോഡിയുടെ നിങ്ങൾ ആരും ഞെട്ടരുത്, ഒരു ചാരയെ രക്ഷിക്കാനുള്ള വെപ്രാളത്തിൽ ഷർട്ട് ഇടാൻ മറന്നു. പിന്നെ ഞാനും പോയി കുറച്ചൊന്ന് ഷോ കാണിച്ചു, കാരണം ഇത്ര അടുത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ ചാരയെ ഇങ്ങനെ കണ്ടിട്ടില്ല, തൊട്ടിട്ടു. പക്ഷെ ആ പാവം ചാരയെ ഇങ്ങനെ വിടാൻ ഒരു മനസ്സിലാത്തോണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു തീരുമാനത്തിലെത്തി. നേരെ നമുക്ക് സ്നേക് റെസ്ക്യൂറിനെ വിളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വിളിച്ചതും അരമണിക്കൂറിനുള്ളിൽ തന്നെ അവർ എത്താൻ അറിയിച്ചിട്ടുണ്ട്. സമയം പുറത്ത് ഭയങ്കര വെയിലായിരുന്നു, അതുകൊണ്ട് ചാരയ്ക്ക് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ തണൽ പിടിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ അരമണിക്കൂറിനുള്ളിൽ തന്നെ സ്നേക് റെസ്ക്യൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞതുപോലെ ആ ചാരയ്ക്ക് ഒരു ഇതും പറ്റാതെ നല്ല സേഫ് ആയിട്ട് അതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ എന്നെ സേഫ് ആയിട്ട് എവിടെയെങ്കിലും തുറന്നു വിടാന്ന് പറഞ്ഞ് അതിനെ കൊണ്ടുപോയി. അങ്ങനെ ഈ ദിവസം ഒരു പുണ്യകർമ്മം ചെയ്ത സന്തോഷത്തിൽ ഞാനും അനിയനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു ചാരയെ പിടിക്കാൻ വേണ്ടി ഇത്ര ഷോ കാണിച്ചെന്ന് ഞങ്ങളെ കളിയാക്കിയ പലർക്കും അറിയില്ല ഞങ്ങളൊരു ജീവൻ രക്ഷിച്ചതിന്റെ വില. ആരെ ആയാലും അതൊരു ജീവനാണ് മിസ്റ്റർ. അപ്പൊ അടുത്ത വീഡിയോയ്ക്കായി സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയാൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.